പെരിയ കൊലപാതകത്തിന് ശേഷമുണ്ടായ സംഘർഷ കേസുകൾ നടത്തുന്നതിൽ DCCക്ക് വീഴ്ചയെന്ന് KPCC നിയോഗിച്ച അന്വേഷണ സമിതിയുടെ കണ്ടെത്തൽ. ജില്ലയിലെ രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ അവഗണിക്കുന്നു. CPM കള്ളക്കേസിൽ കുടുക്കിയ കോൺഗ്രസുകാർക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കിയില്ലെന്നും കണ്ടെത്തൽ. അന്വേഷണ റിപ്പോർട്ട് KPCC പ്രസിഡന്റ് K സുധാകരന് കൈമാറി. ഹരിമോഹൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ഹരി, ജില്ലയിലെ സംഘർഷ കേസുകളുമായി ബന്ധപ്പെട്ട KPCC അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് DCCക്കെതിരെ ഉന്നയിക്കുന്നത്, എന്തൊക്കെ വിമർശനങ്ങളാണ് അതിലുള്ളത്? ദിവ്യ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് KPCC നിയോഗിച്ച രണ്ടംഗ അന്വേഷണ സമിതി നടത്തിയിട്ടുള്ളത്. റിപ്പോർട്ട് KPCC പ്രസിഡന്റ് K സുധാകരന് കൈമാറിയിട്ടുണ്ട്. അതായത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടേത് അടിമുടി വീഴ്ചയാണ് എന്നുള്ളതാണ് അന്വേഷണ സമിതിയുടെ കണ്ടെത്തൽ. പ്രത്യേകിച്ച് പെരിയ ഇരട്ടക്കൊലപാതക കേസിന് ശേഷം പെരിയയിൽ നടന്നിട്ടുള്ള സംഘർഷ കേസുകളുണ്ട്. അതായത് പെരിയയിൽ ചില സംഘർഷങ്ങൾ നടന്നിരുന്നു ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ആ സംഘർഷങ്ങളിൽ CPMകാർ കള്ളക്കേസുകൾ കൊടുത്തു. ആ കള്ളക്കേസുകളിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതികളായി. 42 കോൺഗ്രസ് പ്രവർത്തകർ ഇതിനകത്ത് പ്രതികളായിട്ടുണ്ട്. പലതരത്തിലുള്ള കേസുകളുണ്ട്. CPMന്റെ സ്തൂപം അടിച്ചു തകർത്തു, വധശ്രമം ഉണ്ടായി. ഇത്തരത്തിലുള്ള ഒട്ടനവധി കേസുകൾ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. ഇവയെല്ലാം CPM കൊടുത്ത കള്ളക്കേസുകളാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്ക് മതിയായ നിയമ പിന്തുണ, നിയമ പരിരക്ഷ എല്ലാം തന്നെ ഉറപ്പാക്കേണ്ടത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി, കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയാണ്. പക്ഷെ അത്തരത്തിൽ ഒരു സമീപനവും ഒരു നിലപാടും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സ്വീകരിച്ചിട്ടില്ല. ഈ സംഘർഷ കേസുകളിൽ ഒരു തരത്തിലുള്ള നിയമ പിന്തുണയോ അല്ലെങ്കിൽ സാമ്പത്തിക പിന്തുണയോ ഒന്നും തന്നെ പ്രവർത്തകർക്ക് നൽകിയിട്ടില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള വിമർശനമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കെതിരെ നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കാസർഗോഡ് ജില്ലയിൽ 25ഓളം രക്തസാക്ഷികളുണ്ട് കോൺഗ്രസിന്. അപ്പോൾ ഈ രക്തസാക്ഷികൾ ആദ്യകാലം മുതൽക്കുള്ള കണക്കാണിത്. അപ്പോൾ ഈ രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ പാടെ അവഗണിക്കുകയാണ് ഇപ്പോഴുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ രക്തസാക്ഷികളുടെ കുടുംബങ്ങൾ എവിടെയാണ് എന്നുള്ളത് പോലും കൃത്യമായിട്ട് ധാരണയില്ലാത്ത ഒരു അവസ്ഥയാണ് നിലവിൽ കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിനുള്ളത്. അതായത് ഇവരുടെ രക്തസാക്ഷികളുടെ കുടുംബങ്ങളിൽ ഇടയ്ക്ക് ചെല്ലുകയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പിന്തുണ വേണമെങ്കിൽ, സഹായം വേണമെങ്കിൽ അത് ചെയ്യുകയോ, ആ കുടുംബത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വിവാഹമുണ്ടായാൽ, മറ്റ് ചടങ്ങുകൾ ഉണ്ടായാൽ സഹായം നൽകുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. രക്തസാക്ഷികളുടെ കുടുംബത്തോട് കടുത്ത അവഗണനയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സമിതി നടത്തിയ കണ്ടെത്തൽ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ നേരിട്ട് കണ്ടുകൊണ്ട് അവരുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളത് കേട്ടുകൊണ്ടാണ് രണ്ടംഗ അന്വേഷണ സമിതി ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ രക്തസാക്ഷികളുടെ കുടുംബത്തെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ചില ശുപാർശകൾ കൂടി ഈ അന്വേഷണ സമിതി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് രക്തസാക്ഷികളുടെ കുടുംബങ്ങളോട് ഇടപെടുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ അല്ലെങ്കിൽ ജാഗ്രത ഉണ്ടാവേണ്ടതുണ്ട്. അവരുടെ വീടുകൾ ഇടയ്ക്കിടെ സന്ദർശിക്കേണ്ടതുണ്ട്. അതിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ KPCCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. തുടങ്ങിയ ചില കാര്യങ്ങൾ കൂടി അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എപ്പോഴാണ് ഈ അന്വേഷണം ഉണ്ടാകുന്നത്? ഹരി, ഈ റിപ്പോർട്ട് പരിശോധിച്ച ജില്ലാ നേതൃത്വത്തിനെതിരെ ഒരു നടപടിയിലേക്കൊക്കെ നീങ്ങാനിടയുണ്ടോ? തീർച്ചയായിട്ടും ദിവ്യ, അക്കാര്യത്തിൽ സംശയം വേണ്ട എന്നുള്ളതാണ് നമ്മൾ KPCC നേതൃത്വവുമായി സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. അതായത് ഈ അന്വേഷണ റിപ്പോർട്ടിൽ രക്തസാക്ഷികളുടെ കുടുംബത്തെ വരെ പരാമർശിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ KPCC പ്രസിഡന്റ് K സുധാകരൻ അടക്കമുള്ള ആളുകൾ ഇതിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. ഈ കാര്യങ്ങളിൽ ഒന്നുകൂടി വസ്തുതാപരമായിട്ടുള്ള പരിശോധന നടത്തിയ ശേഷം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ളൊരു വീഴ്ചയുണ്ട് എന്നുള്ളൊരു പൂർണ്ണ ബോധ്യമുണ്ടായാൽ ഉറപ്പായും നടപടി ഉണ്ടാകും. പ്രത്യേകിച്ച് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ 13ാം പ്രതി ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ പ്രാദേശിക നേതാക്കൾ, ഒപ്പം തന്നെ KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ അടക്കമുള്ള ആളുകൾ പങ്കെടുത്തതും വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനത്തോടു കൂടിയാണ് അന്വേഷണ സമിതി കണ്ടെത്തിയിരിക്കുന്നത്. അവർക്കെതിരെ കൂടി നടപടിയെടുക്കണമെന്നുള്ളതാണ് ശുപാർശ. അതുകൊണ്ട് തന്നെ നടപടിയുടെ കാര്യത്തിൽ KPCC നേതൃത്വം ഇനിയൊരു വിട്ടുവീഴ്ചയ്ക്കില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ അവഗണിക്കുക, പാർട്ടി പ്രവർത്തകർക്കെതിരായുള്ള കേസുകൾ കൈകാര്യം ചെയ്യാതിരിക്കുക, ഇതൊക്കെ തന്നെ പാർട്ടി പ്രവർത്തകരുടെ ആത്മവീര്യം തകർക്കുന്ന നടപടിയാണ് എന്നുള്ളതാണ് KPCCയുടെ ഒരു വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കടുത്ത നടപടിയിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷേ പ്രവർത്തകരുടെ പരാതിയെ തുടർന്ന് തന്നെയായിരുന്നു ഹരി.
ഈ അന്വേഷണ സമിതി രൂപപ്പെടാനുള്ള ഒരു പ്രധാന കാരണം ഈ വിവാഹ ചടങ്ങിൽ ബാലകൃഷ്ണൻ പെരിയ, അതുപോലെ തന്നെ ഉദുമ മണ്ഡലം ചെയർമാനായിട്ടുള്ള രാജൻ പെരിയ, മണ്ഡലം സെക്രട്ടറി പ്രസിഡന്റ് ആയിട്ടുള്ള മറ്റൊരാൾ, അതായത് 3 ആളുകളുണ്ട്. അവർ ഇത്തരത്തിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളതായിരുന്നു ഒരു പരാതിയായി ഉയർന്നിരുന്നത്. ആ സമയത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതിനെതിരെ KPCC നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് KPCC പ്രസിഡന്റ് K സുധാകരൻ ഒരു അന്വേഷണ സമിതിയെ നിയോഗിക്കുന്നത്. ഈ അന്വേഷണം നടത്തുന്ന ഘട്ടത്തിലാണ് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയുടെ വിവാഹത്തിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തത് മാത്രമല്ല പ്രശ്നം, ജില്ലയിൽ ഉടനീളം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു, സംഘർഷ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വരുന്നു, അതുപോലെ രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ അവഗണിക്കുന്നു തുടങ്ങിയ കണ്ടെത്തലുകൾ ഉണ്ടായത്. അതുകൊണ്ട് KPCC നിയോഗിച്ച അന്വേഷണ സമിതി ആയതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ പെരിയയിലെ വിവാഹത്തിൽ പങ്കെടുത്ത ഒരു ആരോപണം ഉണ്ടായത് എന്നുള്ളതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ കടുത്ത നടപടിയിലേക്ക്, പ്രത്യേകിച്ച് KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ അടക്കമുള്ള ആളുകൾക്കെതിരെ കടുത്ത നടപടിയിലേക്ക് കടക്കാൻ തന്നെയാണ് KPCC നേതൃത്വത്തിന്റെ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. PM നിയാസും KV സുബ്രഹ്മണ്യനും അടക്കമുള്ള ആളുകളായിരുന്നു ഈ അന്വേഷണ സമിതിയിൽ ഉണ്ടായിരുന്നത്. അവരുടെ റിപ്പോർട്ട് ഇപ്പോൾ K സുധാകരന്റെ പക്കലുണ്ട്.